മോളെ ഞാൻ ദേ കയ്യോടെ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നിട്ടേ. അവിടെ ഇല്ല, എവിടെ പോവാ? ഇങ്ങോട്ടില്ല, ഓടും. ദേ വഴക്കൊക്കെ മാറ്റി സന്തോഷത്തോടെ രണ്ടുപേരുടെ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കേ. ഇനി ഇവിടെ ഇറങ്ങി അങ്ങ് പൊക്കളയില് കേട്ടാ. നീ നോട്ടാടാ. അച്ഛൻ അല്ല അച്ഛൻ ഞാൻ പറയുന്നു കേൾക്കും. അച്ഛാ അച്ഛാ തുറക്കച്ചാ. അച്ഛാ അച്ഛാ അല്ലെങ്കിൽ ഇറങ്ങിയാണ് പൊക്കളഞ്ഞാലോ. അച്ഛാ അച്ഛാ വാതിൽ തുറക്കച്ചാ. തട്ടണ്ട, ഞാൻ പുറത്തൊന്ന് കൂട്ടി. അച്ഛാ ഓ അവിടെ കൂടെ. എന്താ ഉദ്ദേശം? ഒഴിഞ്ഞു മാറാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അച്ഛൻ സമ്മതിക്കുന്നില്ല. ഒടുവിൽ സത്യാമ്മ വന്ന് അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെയുള്ള സമയം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സഹിക്കാം. ഈ മുറിയിൽ എന്റെ വിഷ്ണുവേട്ടനല്ലാതെ മറ്റൊരാൾ കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഇറങ്ങിപ്പോ ഇവിടെന്ന്. പുറത്തൊന്ന് ലോക്ക് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കയറി വന്നതാണെന്നാണോ വിചാരിക്കുന്നേ? എന്റെ ഗതികേട് കൊണ്ട് കയറിപ്പോയതാ. ആ അച്ഛന്റെ അസുഖം, സങ്കടം, സ്വന്തം മകനോടുള്ള അടങ്ങാത്ത സ്നേഹം, ഇതെല്ലാം കണ്ടപ്പോ മനസ്സലിഞ്ഞു പോയതാ. അത് തന്നെ എന്റെ ഗതികേടെന്ന് ഞാൻ പറഞ്ഞു പോയത്. ഞാൻ ആ പാവത്തിന് മുന്നില് ഇപ്പോഴും ആ വിഷ്ണു അല്ലേ?